الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ദിനചര്യകളിലെ ദീൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഖുതുബകളാണ് നമ്മൾ പറയാൻ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ദിവസം ദീനുമായി എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന ആമുഖമായി നമ്മൾ മനസ്സിലാക്കി. ഏതു മേഖലയെടുത്താലും, അങ്ങാടിയിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭമാകട്ടെ, പ്രാഥമികമായ ആവശ്യത്തിൻ്റെ സന്ദർഭമാകട്ടെ, വിനോദങ്ങളാകട്ടെ, അഥവാ ഞാനും നിങ്ങളും ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ദിനചര്യകളിൽ നാം പാലിക്കേണ്ട ദീനിൻ്റെ നിയമങ്ങൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും പഠിക്കണം. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിഷയം നമ്മൾ ഖുതുബയ്ക്കു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പ്രധാനമായും മനസ്സിലാക്കിയത്. നമസ്കാരത്തിന് വരാതെ പള്ളിയിൽ ഉറങ്ങുന്ന ആളുകളെക്കുറിച്ച്, വീട്ടിൽ ഉറങ്ങുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ താക്കീതുകൾ ഗൗരവത്തോടെയാണ് വിശ്വാസികൾ കാണേണ്ടത്. പ്രഭാത നമസ്കാരത്തിനെത്താതെ ഉറങ്ങുന്ന ആളുകൾ, അവരുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു
എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം വർത്തമാന കാലഘട്ടത്തിലെ വിശ്വാസികൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട ഒരു ഹദീസാണ്. നമ്മൾ ആ കൂട്ടത്തിലില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. രാവിലെ സമയം ബറക്കത്താക്കപ്പെട്ട സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ദുആയാണ്, പ്രഭാത സമയത്തിൽ ഈ ഉമ്മത്തിന് നീ ബറക്കത്ത് ചൊരിയണേ. അതുകൊണ്ട് തന്നെ അനുഗ്രഹീതമായ ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പോൾ ദിനചര്യകളിലെ നമ്മുടെ ദീനെന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ആ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ റബ്ബുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, നമസ്കാരങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സുബഹി നമസ്കാരമടക്കമുള്ള, അതിൻ്റെ സുന്നത്ത് നമസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസി അവൻ്റെ ഒരു ദിവസം കൊണ്ടു നടക്കേണ്ട, അങ്ങനെയാണ് അവൻ തുടങ്ങേണ്ടത്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മളൊരു മൃഗത്തെ എങ്ങനെയാണോ തൊലിച്ചു കൊണ്ടുപോകുന്നത്, അതിൻ്റെ കയറ് പിടിച്ച് നമ്മൾ മുന്നിൽ നടക്കുമ്പോൾ ആ മൃഗം നമ്മുടെ പിറകെ വരുന്നത് പോലെ പ്രഭാത സമയം നന്നായാൽ നേരത്തെ എഴുന്നേറ്റ് വുളൂ ചെയ്ത് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിൽ വന്ന് സുബഹിയുടെ മുമ്പുള്ള സുന്നത്തായ നമസ്കാരമൊക്കെ നിർവഹിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ച് നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു ഈമാനികമായ ആവേശവും തഖ്വയുമൊക്കെ ആ ദിവസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഒരു മനുഷ്യൻ അയാൾ സുബഹിക്ക് എഴുന്നേറ്റു, സുബഹിയുടെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിശ്വാസികളായ ആളുകൾ അവരുടെ ദിനചര്യകളിൽ മറക്കാതെ കൊണ്ടു നടക്കേണ്ട കാര്യമാണ് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ. പ്രഭാതത്തിൽ മാത്രമല്ല, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലെയും ഏകദേശം 3-ലധികം ആയത്തുകളിലൂടെ ഈ പ്രഭാത സമയത്തുള്ള പ്രാർത്ഥനകൾ, പ്രദോഷ സമയത്തുള്ള പ്രാർത്ഥനകൾ വിശ്വാസികളായ ആളുകൾ നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഓതി വെച്ച ആയത്ത്, ആ ആയത്ത് അതിലേക്ക് സൂചന നൽകുന്ന ആയത്താണ്. അതേപോലെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ അധികമായി കൊണ്ട് ഓർക്കണം, അല്ലാഹുവെ ധാരാളമായി കൊണ്ട് നിങ്ങൾ സ്മരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുകയും വേണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി കൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ, അദ്കാറുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രമുഖ മുഫസ്സിറായ മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന് സദാസമയവും നന്ദി കാണിക്കേണ്ടവനാണ് വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത്, ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രഭാത പ്രദോഷ സമയങ്ങളിൽ പ്രത്യേകമായി അവനെ തസ്ബീഹ് നടത്താൻ, പ്രത്യേകമായ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യമാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു കൽപ്പിച്ച ഫറലായ നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമെ നിർവഹിക്കേണ്ട അധിക സ്മരണകളെക്കുറിച്ച്, അധികമായ പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്ന് മഹാനായ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും മുഫസ്സിറുകൾ ഇതിന് സമാനമായ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഈ ആയത്തുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ് നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ അവൻ്റെ പ്രവാചകനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ ചൊല്ലാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടെ കാണേണ്ട കാര്യമാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, പ്രഭാത പ്രദോഷ ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പരിച പോലെയാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അദ്കാറു സ്വബാഹി വൽ മസാ ബിമൻസിലത്തി ദിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനം. ഒരു പരിച പോലെയാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ട് അതിനെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കാണേണ്ടതുണ്ട്. അത് ധരിച്ചയാൾക്ക് ഒരു അപകടവും വരില്ല എന്നാണ്.
നോക്കൂ, നിങ്ങളൊരു പടയങ്കി ധരിക്കുന്നത്, ഒരു പരിച ധരിക്കുന്നത് സാധാരണ യുദ്ധക്കളത്തിലാണ്. ആ യുദ്ധക്കളത്തിൽ പടയങ്കി ധരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പരിചകൾ സ്വീകരിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവങ്ങളിൽ നിന്ന്, വാളിൻ്റെ വെട്ടിൽ നിന്ന്, കുന്തത്തിൻ്റെ കുത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് അവൻ്റെ ഒരു ദിവസത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പരിചയാണ് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥന എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത്, പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, ഈ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ആത്മാവിനുള്ള ആഹാരമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ? നമ്മൾ ദുർബലരാകും, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരത്തെയും നമ്മൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ വേണ്ടി ആത്മാർത്ഥമായൊരു പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. പല ആളുകളും അത് മറന്നു പോകാറുണ്ട്. ആരെയും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട, സ്ഥിരമായി ചെയ്യേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റസൂൽ പറയുകയാണ്, ലഅൻ അഖഉദ മഅ ഖൗമിൻ യദ്കുറൂന അല്ലാഹ തആല മിന സ്വലാത്തിൽ ഗദാത്തി ഹത്താ തത്ലുഅ അശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅതിക അർബഅത മിൻ വലദി ഇസ്മാഈൽ. എന്താ നബി പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാര ശേഷം സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് വരെ ഇരിക്കുന്നവരെ പോലെ ദിക്ർ ചൊല്ലി ഇരിക്കുന്നവനാണ് എനിക്ക് ഇസ്മായിൽ സന്തതികളിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിക്കുന്നതിനും അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. നോക്കൂ, നിങ്ങൾ 4 അടിമകളെ മോചിപ്പിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? അതിനേക്കാൾ മഹത്വരമേറിയ, അതിനേക്കാൾ മഹത്വമുള്ള, അതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് രാവിലെ സമയത്ത് ഈ പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അതേപോലെ വൈകുന്നേര സമയത്തെ പ്രാർത്ഥനയെക്കുറിച്ചും അദ്ദേഹം പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 4 അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. അതിനേക്കാൾ പുണ്യം കിട്ടും രാവിലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ. അതാണ് നബിക്കേറെ ഇഷ്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണം. മഹാനായ ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, മൻ ഹാഫള അല അദ്കാരി സ്വബാഹി വൽ മസാ വഅദ്കാരി ബഅദ സ്വലാത്ത് വഅദ്കാരി നൗം ഉദ്ദ മിന الذാകിരീന അല്ലാഹ കസീറാ. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദാക്കിറുൻ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ കുറിച്ച് പല രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ എന്ന പ്രയോഗങ്ങൾ ഹദീസിൽ കാണാൻ പറ്റും. ധാരാളം ദിക്ർ എടുക്കുന്ന ആളുകൾ. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇബ്നു സ്വലാഹ് റഹിമഹുല്ല പറയുന്നത്, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, അതേപോലെ തന്നെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥന, ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയാണ് എങ്കിൽ അവനെ അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ്. അപ്പം അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. അതിനുള്ള വഴി എന്താ? രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദിനചര്യകളിലെ ദീൻ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ. ഇനി സ്വന്തം മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, നമുക്കതിൽ ഏതൊക്കെ അറിയാം? നമുക്കതിൽ എത്ര പ്രാർത്ഥനകൾ അറിയാം? ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളെ നമ്മൾ എണ്ണിപ്പറയുകയാണ് എങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട്. ചില പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും 24ഓളം പ്രാർത്ഥനകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ളതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. നോക്കൂ, നിങ്ങളതിൽ എത്ര നമ്മൾ ചെല്ലാറുണ്ട്, അല്ലെങ്കിൽ അത് എത്ര പ്രാർത്ഥനകൾ നമുക്ക് മനഃപ്പാടമുണ്ട്. അപ്പോൾ ഈ ഖുത്ബയിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ദിവസത്തെ ദീനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ എനിക്കത് പതിവാക്കാൻ പറ്റും? ഞാനതിലെ പ്രാർത്ഥനകൾ ചൊല്ലി വിശദീകരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. നമ്മുടെയൊക്കെ കൈകളിൽ പ്രാർത്ഥനകളുടെ പുസ്തകങ്ങളുണ്ട്. അത്ഭുതമാണ് അതിൽ ഓരോ പ്രാർത്ഥനകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും. ഞാൻ പറയാൻ പോകുന്നത്, ആ പ്രാർത്ഥനകൾ പതിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്ന്, സുബഹിക്ക് ശേഷമുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് അതിനുവേണ്ടി മാറ്റി വെക്കണം. ഈ പ്രാർത്ഥന ചൊല്ലേണ്ട സമയമെന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിൻ്റെയും, സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിച്ചു, ആ നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിൻ്റെ മുമ്പാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഈ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലേണ്ടത്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലേണ്ടതോ മഗ്രിബിൻ്റെ ബാങ്ക് അസ്തമയ ശോഭമായുന്നതിൻ്റെ മുമ്പ് വരെ എന്ത് ചെയ്യുക? ആ പ്രാർത്ഥന ചൊല്ലാനുള്ള സമയമുണ്ട് എന്ന് അസ്ർ നമസ്കാരത്തിൻ്റെ ശേഷം
മഗ്രിബ് വരെയുള്ള സമയത്തിനിടയിലാണ് പ്രദോഷത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്കൊരു ഓർമ്മ ഉണ്ടാകണം. ഈ 2 നേരങ്ങളിൽ പ്രഭാത സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിനിടയിൽ എൻ്റെ ദീൻ എന്നോട് കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ വരും. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എടുത്താൽ എന്ത് ചെയ്യും, അതിനെ പതിവാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക എന്നുള്ളതാണ്. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കണം. വളരെ ചെറിയ ചെറിയ പ്രാർത്ഥനകളുണ്ട്, ഏതാനും ചില പ്രാർത്ഥനകൾ വലിയ പ്രാർത്ഥനകളുണ്ട്, ഇല്ല എന്നല്ല. ഏതു തന്നെയായാലും ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമറിഞ്ഞ് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൽ ഈമാൻ ലഭിക്കാൻ വലിയ വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ അർത്ഥമറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ പ്രാർത്ഥനകൾ നിർവഹിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരുപക്ഷെ കാണാതെ അറിയില്ല, എനിക്കത് വശമില്ല എന്നൊക്കെയാണ് നമ്മൾ പല ആൾക്കാരും പറയാം. സഹോദരങ്ങൾ, ഇന്ന് അതിനുള്ള ഒരുപാട് പരിഹാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ ആപ്പുകളുണ്ട്, എത്രയോ സംവിധാനങ്ങൾ. ഇപ്പോൾ മൊബൈലുകളിൽ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാം. അപ്പം നമ്മുടെ പള്ളിയിലെ ഈ വശത്തുള്ള TV-യിൽ തന്നെ നമസ്കാര ശേഷമുള്ള ദിക്റുകൾ വരാറുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഇതിൽ വരും. അതേപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെയൊക്കെ മുമ്പിൽ. ഇതൊക്കെ നാം വിചാരിച്ചാൽ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന, വളരെ എളുപ്പം നിർവഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആപ്പ് പോലെയുള്ള ഹിസ്നുൽ മുസ്ലിം വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ മഹാപണ്ഡിതൻ രചിച്ച പുസ്തകം, മലയാളം അടക്കം ഒട്ടനവധി ഭാഷകളിലേക്ക് ആ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ലഭ്യമാണത്. ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന വളരെ വളരെ അർത്ഥവത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ സ്വഹീഹാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് പുസ്തകങ്ങളോ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഒരു മാസക്കാലം നമ്മളിത് തുടർച്ചയായി ചെയ്താൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളത് പഠിക്കും. ദിനേന ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കും. അപ്പോൾ ഈ ഖുത്ബ കേൾക്കുന്ന ഒരാൾക്കും സൂറത്തുൽ ഇഖ്ലാസ് തെറ്റൂല. എന്തുകൊണ്ടാണ്? സൂറത്തുൽ ഇഖ്ലാസ് തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ നിരന്തരം ഓതിയത് കൊണ്ടാണ്, പാരായണം ചെയ്തത് കൊണ്ടാണ്. അതേപോലെ നമ്മൾ ഈ പ്രാർത്ഥനകൾ പതിവാക്കിയാൽ ഇത് നമ്മൾ മറക്കൂല. എന്തേ ഫാത്തിഹ സൂറത്ത് നമ്മൾ മറക്കാത്തത്? ഫാത്തിഹ സൂറത്ത് നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചതാണ്, നമ്മളത് തുടരുകയാണ്. അതിങ്ങനെ നമസ്കാരങ്ങളിൽ ആവർത്തിച്ച് ഓതുന്നു, അതുകൊണ്ട് അബദ്ധം സംഭവിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് മറന്നു പോകുന്നില്ല. ഒരുപക്ഷെ തെറ്റുകളൊക്കെ വരാം, പ്രയോഗങ്ങളിലെ അബദ്ധങ്ങൾ ഉണ്ടാകാം, തജ്വീദിൻ്റെ നിയമങ്ങളിലെ തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ നമുക്കത് ഹൈഫളാണ്, നമ്മളത് മനഃപ്പാടമാക്കിയ ആൾക്കാരാണ്. എങ്ങനെ മനഃപ്പാടായത്? നമ്മളത് പതിവാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ ഒന്ന് മനസ്സ് വെച്ച് പതിവായി കുറച്ചു കാലം നോക്കി നമ്മൾ ചൊല്ലിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രാർത്ഥനകൾ പതിവാക്കാൻ പറ്റും. സഹോദരങ്ങളെ, അതിലെ ചില പ്രാർത്ഥനകൾ വളരെ അർത്ഥവത്താണ്, വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. ഞാനതിൻ്റെ ശ്രേഷ്ഠതകൾ മാത്രം പറഞ്ഞു പോകുന്നു. ഇപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മാത്രം എടുക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥന രാവിലെയും വൈകുന്നേരം ചൊല്ലാനുള്ളതാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. കുറച്ച് വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമൻ ഖാലഹ മിനൻ നഹാരി മുഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. അയാൾ രാവിലെ പ്രഭാത സമയത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലി, ആ പ്രാർത്ഥനയുടെ ആശയൊക്കെ ഉൾക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അയാളത് ചെല്ലുകയാണ് എങ്കിൽ അവൻ ആ പ്രഭാതത്തിൽ, ആ ദിവസം പകലിൽ അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണെന്നാണ്, അയാൾ സ്വർഗത്തിലാണെന്നാണ്. ഇതേപോലെ നബി പറഞ്ഞു, വൈകുന്നേരം ചൊല്ലി നേരം വെളുക്കണതിന് അയാൾ മരിച്ചു, അയാൾ സ്വർഗത്തിലാണെന്നാണ്. എന്തേ നമ്മൾ ചെയ്യേണ്ടത്? സ്വർഗം ലഭിക്കാനുള്ള പണി എന്താ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കി മതി, പ്രാർത്ഥിച്ചാൽ മതി. അത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താ? അത് ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കണം. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹുവേ, നീയാണ് എൻ്റെ റബ്ബ്, ഞാൻ നിനക്ക് കീഴൊതുങ്ങിയവനാണ്. അത് പ്രാവർത്തികാക്കണം, അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുക. അല്ലാഹുവേ, നീയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് ജാറങ്ങളിലും ദർഗകളിലും അക്കാമുകളിലും ഒക്കെ പോകുന്ന ആളുകളാണ് എങ്കിൽ, ഉറുക്ക് കെട്ടുന്ന ആളുകളാണ് എങ്കിൽ, ശകുനം നോക്കുന്ന ആളുകളാണ് എങ്കിൽ, നഹ്സിൻ്റെ പിറകെ പോകുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ വിശ്വാസം ശരിയല്ല, അവർക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകൂല. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളത് ചൊല്ലണം. നോക്കൂ, വലിയ നേട്ടമാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 3 തവണ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. ആർക്കാ ഇത് അറിയാത്തത്? ഈ പ്രാർത്ഥന പഠിച്ചവരാണ് നമ്മൾ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. പ്രവാചക തിരുമേനി പറയുന്നത്, ഒരാൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് 3 തവണ ചൊല്ലിയാൽ അവന് അന്നത്തെ ദിവസം യാതൊരു ഉപദ്രവവും ബാധിക്കുകയില്ല എന്നാണ്.
ഒരു ഉപദ്രവവും ബാധിക്കൂല. എന്തൊക്കെ ഉപദ്രവങ്ങൾ ഒരു ദിവസം ഒരു മനുഷ്യന് വരാനുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ ഒരു മനുഷ്യന് വരാനുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്നുള്ള സംരക്ഷണ കവചമാണ്. അതാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇത് കവചമാണ്. അദ്കാറുസ് സബാഹ് അദ്കാറുൽ മസാ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പതിവാക്കിയാൽ മതി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. കാരണം നമ്മളെ വാക്കല്ലല്ലോ ഇത്. ഏതെങ്കിലും പണ്ഡിതന്മാരോ ഏതെങ്കിലും മതം പഠിച്ച ആളുകളോ അവരുടെ വകയായി ഉണ്ടാക്കിയതല്ലല്ലോ. ആകാശ ലോകത്ത് നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യ, ഇറക്കി കൊടുത്ത കാര്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ദീന് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ആ നബിയ പറയുന്നത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ എന്ന് പറയുന്ന പ്രാർത്ഥന 3 തവണ നിങ്ങൾ ചൊല്ലുകയാണ് എങ്കിൽ അവനെ അന്നത്തെ ദിവസം ഒന്നും ബാധിക്കൂല. അതിൽ വിശ്വാസം ഉണ്ടാകണം, അതിലൊരു ആത്മാർത്ഥതയുണ്ടാകണം. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഇദാ അസ്ബഹ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയൻ. പ്രവാചകൻ ഒരാൾ ഇങ്ങനെ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് പറയുന്ന പ്രാർത്ഥന ഒരാൾ ചൊല്ലി, ആ പ്രാർത്ഥന ചൊല്ലിയാൽ പ്രവാചകൻ പറയുന്നു ഫഅന സഈമുൻ ലഅഖുദന്ന ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന. നബി അത് ചൊല്ലിയ മനുഷ്യൻ അവന്റെ കൈ പിടിച്ചെന്ത് ചെയ്യും? അവനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആര്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലാനുള്ളതാണ്. നമ്മൾ ആരാ ഇത് ചൊല്ലാറുള്ളത്? നമ്മളിൽ പല ആളുകളും ഇത് മറന്നു പോകുന്നുണ്ട്. ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട പ്രാർത്ഥനകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയായിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനയെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന ചൊല്ലുന്നയാൾ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ച ആളാണെന്നാണ്. ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ച ആൾ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, ലാ ഇലാഹ ഇല്ലാ അൻത. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വളരെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. എന്തൊക്കെ പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടമാണ്. ഫഖറിൽ, ദാരിദ്ര്യത്തിൽ നിന്ന്, അതേപോലെ തന്നെ കുഫറിൽ നിന്ന്, അതേപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന, മടിയിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന പ്രാർത്ഥനകളാണ് രാവിലുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ പറഞ്ഞു, പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ സമയമാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ഷർറുകളിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു ആത്മീയമായ കവചമാണ്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു കവചമായിക്കൊണ്ടാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊരു ഒന്ന് മനസ്സ് വെച്ച് എന്ത് ചെയ്യുക, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയും, ഈ പ്രാർത്ഥനകൾ പതിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ അവർക്ക് കഴിയാൻ പറ്റുന്നതാണ്. ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ. കാരണം അത്രമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലുള്ളത്. മനുഷ്യൻ്റെ പ്രശ്നം എന്താ? സമാധാനമില്ല എന്നുള്ളതാണ്. ഒരു സ്വസ്ഥതയുമില്ല ആളുകൾക്ക്. സഹോദരങ്ങളെ, സ്വസ്ഥത ലഭിക്കാനുള്ള മനസ്സമാധാനവും ആത്മീയമായ കരുത്തും അള്ളാഹു അധികരിപ്പിച്ചു തരുന്നതാണ് ഈ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ. യാ അയ്യുഹല്ലദീന അല്ലാഹു അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. എങ്ങനെ സമാധാനം ഉണ്ടാകുക? അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ്. ഈ പ്രാർത്ഥനകളിലെ പല പ്രാർത്ഥനകളും നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരുപാട് മാർഗങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും. നമ്മുടെ നന്മകൾ വർദ്ധിക്കും, ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സ് വെച്ച്, ഞാൻ പറഞ്ഞൊരു ഖുത്ബയുടെ പരിമിതിയുണ്ട്, ആ പ്രാർത്ഥനകൾ ഓരോന്ന് എണ്ണിപ്പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് ഖുത്ബയുടെ സമയം നീണ്ടുപോകുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ പഠിക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മുടെ ദിനചര്യകളിലെ ദീനിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, പ്രവാചക തിരുമേനി നിർദ്ദേശിച്ചതുപോലെയുള്ള പ്രാർത്ഥനകൾ പതിവാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ, പ്രവാചകൻ്റെ സമൂഹം അല്ലെങ്കിൽ നബി വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വ്യക്തമായ വഴികേടിലായിരുന്ന ആളുകൾ എന്നാണ്. വ്യക്തമായ വഴികേട്, എല്ലാ തിന്മകളും സാധാരണ സ്വഭാവമായി കണ്ടിരുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിരുന്ന ആളുകൾ, വ്യഭിചരിച്ചിരുന്ന, യുദ്ധം ചെയ്തിരുന്ന, വഞ്ചന നടത്തിയ, അങ്ങനെ എല്ലാ തിന്മകളും ചെയ്ത ഒരു വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്നാണ്. വ്യക്തമായ വഴികേട്, അതാണ് അവരുടെ അവസ്ഥ. ആ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. നിരക്ഷരനായ, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ആ സമൂഹത്തിലേക്ക് വന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ സംഭവിച്ചത്? അല്ലാഹുവിൻ്റെ റസൂൽ ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്ന് പ്രവാചക തിരുമേനി അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു. ആ ഖുർആനിൻ്റെ ആശയങ്ങൾ അവർ കേൾക്കാൻ തുടങ്ങി. അവർക്ക് മാറ്റം സംഭവിച്ചു. വ്യക്തമായ വഴികേടിലായിരുന്ന ആ സമൂഹത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഏറ്റവും ഉത്തമമായ സമുദായം. നോക്കൂ, നിങ്ങൾ വ്യക്തമായ വഴികേടിലുള്ള ഒരു കൂട്ടം ആളുകൾ ഏറ്റവും നല്ല ആളുകളായി മാറിയതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂല് അവരെ ഓതിക്കേൽപ്പിച്ച ഖുർആനാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അവരെ ഓതിക്കേൽപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിൻ്റെ വിശദീകരണവുമാണ്. അഥവാ ഏത് വഴികേടിലുള്ള മനുഷ്യനും നേരായ വഴിയിലേക്ക് വരാനുള്ള ഏറ്റവും നല്ല വഴി ഏതാ, മാർഗമേതാ? അത് ഖുർആൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ രണ്ടാം ഖുത്ബയിൽ ഇങ്ങനെ ഒരു ആമുഖം പറയാൻ കാരണം, നമ്മുടെ പള്ളി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ആരംഭിച്ചിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഈ ഖുത്ബക്ക് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു, ജുമാ തുടങ്ങിയ ഇവിടുത്തെ ഈ മിമ്പറിൽ വേറൊരാൾ ഇതുവരെ ഖുത്ബക്ക് കയറിയിട്ടില്ല. ഒന്നാമത്തെ ഖുത്ബ മുതൽ ഞാൻ തന്നെ ഇവിടെ ഖുത്ബ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, ഒരു പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെയുള്ള സമയം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഫിത്ർ സക്കാത്ത് ഉണ്ട്, ഉളഹിയ്യത്തുണ്ട്, സക്കാത്ത് സെല്ലുണ്ട്, പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിൽ വിജ്ഞാന സദസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്, ഈദ്ഗാഹുകൾ നമ്മൾ നടത്തി. ഒരു മഹല്ലിന് ആവശ്യമുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊരു ഒരു പോരായ്മ നമുക്കുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്കില്ലാതെ പോയൊരു കാര്യമുണ്ട്. ആ കാര്യം പറയാനാണ് ഞാൻ ഈ ആമുഖം ഈ രണ്ടാമത്തെ ഖുത്ബയിൽ പറഞ്ഞത്. അഥവാ നമുക്കൊരു മദ്രസ സംവിധാനമില്ല. നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് ദീന് പഠിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ പള്ളിയുടെ കീഴിൽ ഒരവസരം ഉണ്ടാക്കണം. കുറേ കാലമായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഖുത്ബയിൽ നമ്മളത് പ്രഖ്യാപിക്കണം. ഇൻഷാ അല്ലാഹു അനുഗ്രഹിച്ചാൽ, അള്ളാഹു തൗഫീഖ് നൽകിയാൽ, നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഖുർആൻ അക്കാദമിയാണ്. ഖുർആൻ പഠിക്കാൻ ഈ പള്ളിക്കും പരിസരത്തുമുള്ള ആളുകൾക്ക്, അവരുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനം നമ്മളിവിടെ തുടങ്ങണം. കാരണം നമുക്ക് നല്ല സൗകര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രാപ്തരായ അധ്യാപകരുണ്ട്. ഈ അധ്യാപകരെയൊക്കെ ഉപയോഗപ്പെടുത്തി അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സം വരാത്ത രീതിയിൽ, 2 വിദ്യാഭ്യാസം വേണം, അത് തടസ്സം വരാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്? നമ്മളിവിടെ ഒരു ഖുർആൻ അക്കാദമി തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെ ശ്രോതാക്കൾ നിങ്ങളാണ്. നമ്മളിത് പ്രഖ്യാപിക്കും ആദ്യം കേൾക്കുന്ന ആൾക്കാർ നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുത്ബ കേൾക്കുന്ന ഓരോ ആളുകൾക്കൊരു ദൗത്യമുണ്ട്, ഇതിൻ്റെ പ്രചാരകരാവുക എന്ന ദൗത്യം. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മക്കളതിലേക്ക് പറഞ്ഞേക്കണം. ഖുർആൻ കൊണ്ടാണ് ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാകുക, നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ മരിച്ചു. ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. സുബഹിക്ക് അവൻ പള്ളിയിൽ വന്നു. ആദ്യം ശമ്പളം കിട്ടിയ പതിലെ 40,000 രൂപൻ്റെ ശമ്പളം, 17 വയസ്സുള്ള +2 പഠിക്കുന്ന കുട്ടിയാണ്. 40,000 രൂപ അവൻ ടെക്നിക്കലി പഠിച്ച ഒരാൾ. ശമ്പളം കിട്ടിയപ്പോൾ വാപ്പാൻ്റെ കയ്യിൽ 1000 രൂപ അവൻ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വാപ്പാൻ്റെ പറഞ്ഞു, എനിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ സക്കാത്താണ്, അർഹർക്ക് നിങ്ങൾ കൊടുത്താൽ മതിയെന്ന്. 25ഓളം കുട്ടികൾക്ക് അവന് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുത്തു. 17 വയസ്സുള്ളൊരു കുട്ടി സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ചിലവാക്കുക. എന്തുകൊണ്ടത് സാധിച്ചറിയോ? അവൻ ദീന് പഠിച്ച കുട്ടിയാണ്.
കഴിഞ്ഞ 3 ദിവസമായി അവൻ്റെ മരണവാർത്ത കേട്ട സമയം മുതൽ നല്ലതല്ലാത്ത ഒന്നും ആ കുട്ടിയെക്കുറിച്ച് കേൾക്കണില്ല. അവൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ ആ മയ്യത്തിൻ്റെ സമീപത്ത് തടിച്ചുകൂടി എല്ലാവരും ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടുകൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരും തിരിച്ചു പോകണമെന്നില്ല. ഒരു കുട്ടിക്ക് പോലും അവനെക്കുറിച്ച് മോശമായൊരു വാക്ക് പറയാനില്ല. ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ചു. അവരുടെ ഉമ്മയുടെ വിഷമുണ്ട്, വല്യമ്മക്ക് പ്രയാസമുണ്ട്, എല്ലാത്തിലും എല്ലാ നന്മകളിലും മുന്നിലുണ്ടായിരുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കുട്ടി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താ? സകല മനുഷ്യർ അവനെക്കുറിച്ച് കേൾക്കുന്ന ആളുകളൊക്കെ അവനെക്കുറിച്ച് നന്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ? അവൻ ദീനുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ദീനിലില്ലെങ്കിൽ സഹോദരങ്ങളെ നമുക്കാണ് നഷ്ടം, അവരുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് സച്ചുവിനെ ഹാഷിമിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിവിടെ തുടങ്ങാതാണ് ഖുർആൻ പഠിക്കാനുള്ളൊരു അവസരമാണ്. നമുക്ക് നല്ല അധ്യാപകനുണ്ട്. നമ്മുടെ ഇമാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പരിചയമുള്ള അധ്യാപകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഈ നാട്ടിലുള്ളതിൻ്റെ പരിസരത്തുള്ള കുട്ടികൾക്കൊക്കെ നന്നായി ഖുർആൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രചാരകരാകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളോടൊക്കെ നമ്മൾ പറയാം, ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, തുടങ്ങുന്നുണ്ട്. അതിൻ്റെ മറ്റു വിശദ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയിക്കാൻ പറ്റും. അതിന് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ഖുത്ബകളിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റും. ആദ്യം വേണ്ടത് പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ചെറിയൊരു കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതും നമുക്ക് ചെയ്യണം, ഇതും നമുക്ക് പൂർത്തീകരിക്കണം. ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോയാലും ഇൻഷാ അല്ലാഹ് എത്ര കാലം ഈ പള്ളിയും ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കും, അതിൻ്റെയൊക്കെ നന്മ നമ്മളെ ഖബറിലേക്ക് വരും. നമ്മളാ തുടക്കക്കാർ. നമ്മൾ ഇന്നാ ഇത് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് നമ്മൾ മരിച്ചാലും ഇതിവിടെ തുടങ്ങിയാൽ, ഒരുപക്ഷെ 4 വർഷങ്ങൾക്കപ്പുറം തുടങ്ങിയാലും അത് കേട്ട, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊരു കൂലി ഉണ്ടാകും. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തണം. നമ്മുടെ പള്ളിയാണ്, അതുകൊണ്ട് നമ്മുടെ സ്ഥാപനമായി കാണണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ സമീപത്തുള്ള പുത്തൻപള്ളി പെരുമ്പടപ്പ് അവിടെ ഒരു മദ്രസ തുടങ്ങിയ വിവരം. അതിൻ്റെ ബിൽഡിങ്ങുകൾ അവരുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തികമായി നമ്മളോട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ അവർ ആ പള്ളിയുമായി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട്. അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുക. അവരെ ഒരു മതസ്ഥാപനത്തിനാണ്, മതം പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് സാധ്യമായ നല്ല ഒരു സംഖ്യ അവർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെടുക, നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. ഏത് സമയമാണ് നമ്മുടെ ജീവൻ നിലക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. മരിക്കുമ്പോൾ നന്മ ചെയ്ത് മരിക്കണം, നല്ല നിലയിൽ മരിക്കണം. ഹുസ്നുൽ നല്ല മരണത്തിൻ്റെ അടയാളം എന്താ? നന്മ ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുക എന്നുള്ളതാണ്. അപ്പം നിരന്തരം നന്മകൾ ചെയ്യുക. അതിനുള്ള കുറേ വാതിലുകൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്, നമ്മളത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സഹോദരങ്ങളുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് ഹാഷിം, അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.